Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ഓട്ടോറിക്ഷകളിൽ മീറ്റർ സംവിധാനം നിർബന്ധമാക്കിയതിനു ശേഷം യാതൊരു വിധത്തിലും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ. മീറ്റർ ഓൺ ചെയ്ത് ഓടിക്കാൻ തയ്യാറാണെന്നും എന്നാൽ തിരിച്ച് റിട്ടേൺ വരുന്നതിനുള്ള വാടകയും ലഭിക്കണമെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ രാപകലില്ലാതെ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. അപ്പൊ അതിന്റെ പേരിൽ ഈ മീറ്റർ വന്നേക്കണ കാരണം ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റണില്ല. യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏരിയകളിലൊന്നും മീറ്റർ ഇട്ട് ഓടാൻ മുതലാവില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 35 കിലോമീറ്റർ ഇപ്പം അങ്ങോട്ട് യാത്ര ചെയ്ത് യാത്രക്കാരൻ 35 കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് 35 കിലോമീറ്റർ ഇവിടേക്ക് ഓടണം. അപ്പം അതിൻ്റെ പേരിൽ അങ്ങോട്ടുള്ള വാടക മാത്രം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. വാടകകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാടക കിട്ടിയാലും ഞങ്ങൾക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. കുടുംബത്തിലേക്ക് അരി മേടിക്കണമെങ്കിൽ അങ്ങോട്ട് റിട്ടേൺ വാടക കിട്ടിയാലും അരി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ അരി മേടിക്കാൻ നിവൃത്തിയില്ലാണ്ട് നടക്കുക. പിന്നെ ഒരു കാര്യം പറയാന്ന്, ഒരു വണ്ടി ഓട്ടോറിക്ഷ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ ഏറ്റവും കുറഞ്ഞത് വേണം. ഒരു ഓട്ടോറിക്ഷ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 25,000 രൂപ വേണം. അപ്പം ചോദിക്കുക എന്തിനാന്ന്. ഒരു ഓട്ടോറിക്ഷ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് 10,000 രൂപ വേണം. പുതിയ വണ്ടികൾക്ക് ഇൻഷുറൻസ് 10,000 രൂപ ഇൻഷുറൻസ് കാശ് വേണം. പഴയ വണ്ടികൾക്ക് 9,000, 8,000, 9,000 രൂപയൊക്കെയാണ് പഴയ ഇൻഷുറൻസിന്. അത് അപകടം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പൈസ അടയ്ക്കണം. അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ആ അടയ്ക്കേണ്ട പൈസ വീണ്ടും അത്രയും പൈസ തന്നെ വീണ്ടും അടയ്ക്കണം. ഞങ്ങൾ എന്താ ചെയ്യണം? ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ? പിന്നെ 3 വർഷം കൂടുമ്പോൾ CNG വണ്ടികൾക്ക് കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പേര്, അതിന് 3,500 രൂപ അതിന് വേണം. 3 വർഷം കൂടുമ്പോൾ CNG വണ്ടികൾക്ക് 3,500 രൂപ കാലിബ്രേഷന് വേണം. ഇതൊക്കെ ഞങ്ങൾ എവിടെ നിർത്ത് അടയ്ക്കണേ? ഞങ്ങൾ എങ്ങനെ ഇത് കൊണ്ടു നടക്കണേ? മുമ്പോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ വണ്ടി? ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓട്ടം വേണമെങ്കിൽ തീരെ കുറവ്. എല്ലാവർക്കും 2 വീലറും കാറൊക്കെ ആയാലും ഓട്ടങ്ങൾ തീരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ മീറ്റർ ഓൺ ചെയ്ത് ഓടിക്കാൻ തയ്യാറാണ്. യാത്ര എങ്ങോട്ട് പോകണോ തിരിച്ച് ഇങ്ങോട്ടുള്ള വാടകയും കിട്ടിയാലാ കുടുംബത്തിലേക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. മീറ്ററിന്റെ പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന നടപടി സംസ്ഥാനത്തെ ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഗവൺമെന്റിനെ ധിക്കരിച്ചുകൊണ്ട് സർവീസ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്. പക്ഷേ ഇതിനൊരു വ്യക്തത വരുത്തി തരണം. ഈ ഇട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും ഗവൺമെൻറ്റിനും അറിയാം. ഗവൺമെൻറ്റിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങളിത് ഓടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഒരു തീരുമാനം ഇട്ട് തരികയാണെങ്കിൽ ആ തീരുമാനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങളിത് സർവീസ് നടത്താൻ തയ്യാറാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഗവൺമെൻറ് പറയുന്ന രീതി അനുസരിച്ച് മീറ്റർ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ സർക്കാർ പറയുന്നത് വെച്ചാൽ മീറ്റർ കിടന്ന കാശ് വാങ്ങിക്കുക. രാത്രി 10 മണിക്ക് ശേഷം 50% കാശ് കൂടുതൽ വാങ്ങിക്കോളാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ രാത്രി പല ഒരേ വാടക വാങ്ങുന്നുള്ളൂ. കാരണം പകൽ 50 രൂപയ്ക്ക് പോകുന്ന ഒരു ഓട്ടോ രാത്രി ലോക്കൽ ഏരിയയിൽ 75 രൂപ വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് തരാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ഷട്ടിൽ ഓട്ടം പോയി മീറ്റർ ഓൺ ചെയ്ത് പോയി. അവിടെ ചെന്ന് 60 രൂപ മീറ്റർ കാണിച്ചു. ഞങ്ങൾ 60 രൂപ വാങ്ങിച്ചു. ഞങ്ങൾക്ക് റിട്ടേൺ ഇങ്ങോട്ട് ഒരു ആൾ കിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആരെങ്കിലും കൈ കാണിച്ചാൽ ഒരു ബസ് എന്നുള്ള രീതിയിൽ മീറ്റർ ഓണിച്ച് വാടക ഞങ്ങൾ വാങ്ങുന്നില്ല. ആ ബസ് കാശ് മേടിക്കുമ്പോൾ 10 രൂപ. അതാണ് ഇവിടെ. അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടം പോയി മീറ്റർ ഓൺ ചെയ്തു, അവിടെ ചെന്നു പിന്നെ ഒരാൾ കൈ കാണിച്ചു, ഇങ്ങനെ തിരിച്ചു വരാത്ത മീറ്റർ ഓൺ ചെയ്തു മീറ്റർ കാണുന്ന കാശ് ഞങ്ങൾ വാങ്ങുന്നില്ല. ആ ബസ് കാശ് ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ വാങ്ങേണ്ട റിട്ടേൺ ബസ് മീറ്റർ ഓൺ ചെയ്ത് പോകാൻ ഒരു യാത്രക്കാരനും തയ്യാറാവില്ല. ഇവിടെ ഒരു ലോക്കൽ ഏരിയയിൽ ഇവിടെ ഞങ്ങൾക്ക് ഓടുന്ന കിലോമീറ്റർ 30 രൂപ മിനിമം 30 രൂപ നിരക്ക് ഞങ്ങൾക്ക് ഓടാൻ ഇവിടെ. അല്ലാണ്ട് ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഇവിടുന്ന് ഒരു വാടക ഞങ്ങൾക്ക് ഒരു 2 കിലോമീറ്റർ പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ചൊരു വാടക കിട്ടുന്നവരെ ഞങ്ങൾക്ക് കാത്ത് കിട്ടാൻ കിടക്കാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ആരെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പോകണമെന്ന് ബുക്കിംഗ് വാടക ഉണ്ടാവും, അല്ല എയർപോർട്ടിൽ പോകാനും അല്ല ആശുപത്രി പോകാൻ ആരെങ്കിലും സമയം പറഞ്ഞ് ഞങ്ങൾക്ക് ആ സമയത്തിന് വേണ്ടി അവിടെ വാടക കിട്ടുന്നവർ കാത്ത് കിടക്കുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ നിന്ന് അവർ പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു കാരണവശാലും സർവീസ് നടത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ കാര്യങ്ങൾ. റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾ അവർ പറയുന്നത് നിങ്ങൾ എവിടെ നിന്ന് ആ യാത്രക്കാരൻ കൈ കാണിച്ചാൽ മീറ്റർ ഓൺ ചെയ്തോ വാടക മേടിച്ചോ. ഇവിടെ നടക്കില്ല. ഓട്ടം പോകുന്നിടത്ത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വെറുതെ കാര്യം പോരുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.